മലപ്പുറം തവനൂരിൽ സന്ദീപ് വാര്യർക്കായി ഫ്ലക്സ് ബോർഡ്. പൊറൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. തവനൂരിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് മുൻപെയാണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ഒരു തവനൂർ സീറ്റിനായി വലിയ പിടിവലി ഉണ്ട് എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു. VS ജോയിയെ മത്സരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെട്ടു. എന്നാൽ സന്ദീപ് വാര്യരും ആ സീറ്റിലേക്ക് നോട്ടം ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മറുവശത്ത് KT ജലീലാണ് LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അപ്പോൾ ജലീലിനൊത്ത ഒരു എതിരാളിയാകുമോ സന്ദീപ് വാര്യർ എന്നുള്ളതാണ്. എന്താണ് സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കണം എന്നുള്ള ആവശ്യം അവിടെ ഉയരുന്നത്? സന്ദീപ് വാര്യരുടെ പേര് നേരത്തെ തന്നെ തവനൂർ മണ്ഡലത്തിൽ പറഞ്ഞു കേട്ടിരുന്നതാണ്. പക്ഷേ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. 4 അസംബ്ലി മണ്ഡലത്തിലാണ് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്നത്. അത് രണ്ടിടത്ത്, ഒന്ന് നിലമ്പൂരിലും മറ്റൊന്ന് വണ്ടൂരിലാണ്. അവിടെ നിലവിലെ MLA മാർ തന്നെ മത്സരിക്കുന്ന ഉറപ്പായി. ഒപ്പം തന്നെ പൊന്നാനിയാണ് മറ്റൊന്ന്. അവിടെ KPC ജനറൽ സെക്രട്ടറി KP നൌഷാദ് അലിയും മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായതാണ്. ഈ തവനൂരിൽ മാത്രമാണ് ഒരു വ്യക്തത വരാത്തതുള്ളത്. അവിടെ ആര് മത്സരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകൾ പലവട്ടമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യരുടെ ഒരു വലിയ ഫ്ലക്സ് ബോർഡ് പൊറൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് അവിടെ ഒരു ഫ്ലക്സ് ബോർഡ് തന്നെ ഇന്ന് രാവിലെ മുതൽ കണ്ടു തുടങ്ങിയത്. അതായത് സന്ദീപ് വാര്യർക്ക് സ്വാഗതം എന്നാണ് ഫ്ലക്സ് ബോർഡിൽ പ്രധാനമായും ഉള്ളത്. ഈ മണ്ഡലം സന്ദീപ് വാര്യർ നേരത്തെ തന്നെ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷേ അതിനൊരു വ്യക്തത വന്നിരുന്നില്ല. അതിനിടയിലാണ് DCC പ്രസിഡന്റ് VS ജോയിയുടെ പേരും അവിടെ ഉയർന്നു വന്നത്. അക്കാര്യങ്ങളെല്ലാം കോൺഗ്രസിന്റെ ആലോചനയിലാണ്, ഇല്ലെങ്കിൽ അവരുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അന്തിമ പരിഗണനയിലാണ് ഇരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് വേണ്ടി ഒരു ഫ്ലക്സ് ബോർഡ് തവനൂരിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് അവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തന്നെയാണ് ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡ് വെച്ചിരിക്കുന്നതാണ് ശ്രദ്ധേയം.